ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ സിങ് പിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെയ്യുന്നത് എക്സ്ക്ലൂസീവായിട്ട് ഓൺലി മെമ്പേഴ്സിന് വേണ്ടി മാത്രമാണ്. ഇത് മെമ്പേഴ്സിന് മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ, ഈ സിങ് സജഷൻസ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു 3 ആഴ്ചയ്ക്ക് മുന്നേ ഞാനൊരു 5 സ്റ്റോക്സ് തന്നിരുന്നു. അതിൽ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും കണ്ടിട്ടില്ല. കാരണം നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ള പ്രതിഫലനം നമ്മളെടുത്ത സ്റ്റോക്കിലും കാണും. അതുകൊണ്ട് നിങ്ങൾ പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല. അത് എല്ലാം അടിപൊളിയായിട്ട് തന്നെ തിരിച്ചു കയറും. അതെല്ലാം നല്ല ബോട്ടം ലെവലിൽ നിൽക്കുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ സജസ്റ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ, ഞാൻ പറഞ്ഞ ലെവലിലേക്കാളും താഴെ പോയല്ലോ എന്ന് പറഞ്ഞ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം മാർക്കറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് മാർക്കറ്റ് മൊത്തത്തിൽ താഴോട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന സ്റ്റോക്കുകളും താഴോട്ട് പോകും. അത് എപ്പോഴും അത് കണ്ട് നമ്മൾ വിറ്റൊഴുകുകയൊന്നും ചെയ്യരുത്. നമുക്കിപ്പോൾ ഈ സിങ് ട്രേഡേഴ്സിനൊക്കെ ഏറ്റവും പറ്റുന്നൊരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു സിങ്ങിനെ പറ്റി ഞാനൊരു ബ്രീഫ് നിങ്ങൾക്ക് തരാം. നമ്മൾ സിങ് പിക്സിൽ ഞാൻ ആദ്യം സിങ്ങിലാണ് ഞാൻ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തത്. കാരണം ഞാൻ നല്ലപോലെ സിങ് സ്റ്റോക്സുകൾ വാങ്ങിച്ചിട്ട് 10%, 15%, അവിടെ ഞാൻ ന്യായത്തിൻ്റെ പ്രസക്തി കേട്ടോ. 15% കൂടുതൽ ഞാൻ ഹോൾഡ് ചെയ്യാറില്ല. അത് ചിലപ്പം 2 ദിവസം കൊണ്ട് കിട്ടും, 3 മാസം കൊണ്ട് കിട്ടും, ചിലപ്പോൾ 6 മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ഞാൻ 10-15% അല്ല, മാക്സിമം 20%, അതിന് മുകളിൽ ഞാൻ ഒരിക്കലും ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാറില്ല. അതിനുശേഷം അടുത്ത സ്റ്റോക്കുകൾ തപ്പിപ്പോവും. അതാണ് ഞാൻ സാധാരണ അത് ചെയ്യുന്നത്. ചിലപ്പം ഒരേ സ്റ്റോക്കിൽ തന്നെ ഏകദേശം 4-5 പ്രാവശ്യം ഞാൻ റീ എൻട്രി എടുത്ത സ്റ്റോക്കുകളുണ്ട്. ഞാൻ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നമ്മൾ സിങ് ട്രേഡ്സിനകത്ത് വരുമ്പം എന്താ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകൾ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്നും താഴെ പോയാലും അത് ഒരു സ്ട്രോങ് സ്റ്റോക്ക്, അത് ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ അതതിൻ്റെ ബോട്ടം ടച്ച് ചെയ്ത് എന്തായാലും അത് തിരിച്ച് കയറി വരും. പക്ഷെ നമ്മൾ കുറച്ച് സാവകാശം കൊടുക്കുക. നമ്മളത് വിറ്റ് ഒഴിയുമ്പോഴാണ് നമുക്ക് നഷ്ടം വരുന്നത്. ആക്ച്വലി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ലോസ് മൈനസ് റെഡ് കാണുമ്പം ആക്ച്വലി അതൊരു ലോസ് എന്ന് പറയാൻ പറ്റില്ല. അതിന് നോഷണൽ ലോസ് എന്നാണ് നമ്മുടെ ട്രേഡേഴ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് പറയുന്നത് നോഷണൽ ലോസ്. അതായത് ആ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലികം മാത്രം. അത് ആ നമ്മുടെ പടത്തിലല്ല, പേപ്പറിലല്ല, നമ്മുടെ ആ പോർട്ട്ഫോളിയോയിൽ കാണുന്ന ലോസാണ്. ആക്ച്വലി ഒരിക്കലും അതൊരു ആക്ച്വൽ ലോസ് അല്ല. ആക്ച്വൽ ലോസ് എപ്പോഴാണ് വരുന്നത്? നമ്മൾ ആ സ്റ്റോക്ക് വിറ്റൊഴിഞ്ഞ് അതിൻ്റെ പൈസ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുമ്പോഴാണ് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് നഷ്ടമായിട്ട് ഭവിക്കുന്നത്. അതുവരെ നമുക്കത് നഷ്ടമല്ല. അത് നിങ്ങൾ സിങ് ട്രേഡേഴ്സ് എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് പോർട്ട്ഫോളിയോ നമ്മൾ പറഞ്ഞ് നമ്മുടെ കയ്യിരിക്കുന്ന സ്റ്റോക്ക് ക്രമാതീതമായിട്ട് താഴെ പോകുമ്പം വിറ്റൊഴിയണം. ഏതാണ് നമ്മൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്ത സ്റ്റോക്കുകളാണ് നമ്മൾ വിറ്റൊഴിയുക. അല്ല, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോട്ടം ലെവൽ ചാർട്ടൊക്കെ വെച്ച് നോക്കി അതിൻ്റെ ബോട്ടം ലെവലിലാണ് പ്രീവിയസ്ലി അത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, വീണ്ടും താഴെ പോകാൻ സാധ്യത ഇല്ല എന്നൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണം. ഓക്കെ, അതാണ് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളവിടെ ആവറേജ് ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന മാർഗം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു 5 സ്റ്റോക്സുകളുണ്ട്. ആ സ്റ്റോക്സുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് എല്ലാം നെഗറ്റീവിലാണ് നിൽക്കുന്നത്. കാരണം മാർക്കറ്റിങ് ക്രാഷ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നിനും അപ്രീസിയേഷൻ കിട്ടില്ല. ഒരു സ്റ്റോക്കിന് മാത്രം കണ്ടേ ഉള്ളൂ അപ്രീസിയേഷൻ കിട്ടിയിരിക്കുന്നത്. BEL മാത്രം അതുകൊണ്ട് 310 വരെ കണ്ട് പോയി. നമ്മൾ പറഞ്ഞല്ലോ 270 310 വരെ പോയി. എന്നിട്ട് വീണ്ടും അത് തിരിച്ച് താഴോട്ട്. നിങ്ങളതിന് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. നമുക്ക് വരും ദിവസങ്ങൾ നമുക്ക് നോക്കാം മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്. മാർക്കറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് മാത്രമേ നമ്മുടെ കയ്യിരിക്കുന്ന സ്റ്റോക്കുകളും മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റോക്ക് ഏതായിരുന്നു? ആസ്ട്രലാണ് പറഞ്ഞല്ലേ. ആസ്ട്രൽ നമ്മൾ എത്ര എണ്ണമാണ് പറഞ്ഞത്? ഏകദേശം 1795 ആ റേഞ്ചിലാണ് പറഞ്ഞല്ലേ. ഇവിടെ 1795 നമ്മൾ എൻട്രി പറഞ്ഞിരുന്നത്. അപ്പം ഇപ്പം അത് 1761 നിൽക്കുന്നത്. അതായത് ഇവിടെ താഴെ ഒരു ബോട്ടം, ഇവിടെ ഒരു ബോട്ടം എടുത്ത് ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ട് പിന്നെ മാർക്കറ്റ് കൊടുത്ത് നല്ലൊരു ബുള്ളിഷ്, ഇന്നലത്തെ അതിൽ തന്നെ ഒരു ബുള്ളിഷ്. അപ്പോൾ നമുക്ക് ഇത് കണ്ടാൽ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷ് മൊമെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് പറക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് എത്രയും പെട്ടെന്ന് 2000 വരെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ഹോൾഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ടാണ് അത് താഴോട്ട് പോയേക്കുന്നത്. അപ്പം നിങ്ങൾ ഓക്കെ, ഇപ്പം നിലവിലുള്ളത് അത് ഹോൾഡ് ചെയ്യുക. അടുത്തത് നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് ഏതായിരുന്നു? ബന്ധൻ ബാങ്കാണ് പറഞ്ഞല്ലേ. നമ്മൾ പറഞ്ഞത് ബന്ധൻ ബാങ്ക്.
ബന്ധൻ ബാങ്ക് ബന്ധൻ ബാങ്ക് ബന്ധൻ ബാങ്ക് ബന്ധൻ ബാങ്ക് ബന്ധൻ ബാങ്കും ബന്ധൻ ബാങ്കും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എത്രയിലാണ് പറഞ്ഞത് 184 ഞാൻ 184 ഈ റേഞ്ചിലാണ് ഏകദേശം ഈ റേഞ്ചിലാണ് നമ്മൾ പറഞ്ഞത് ഇല്ല ഈ റേഞ്ചിൽ ഈ ലൈൻ്റെ ഇവിടെ വെച്ചാണ് നമ്മൾ പറഞ്ഞത് ഈ റേഞ്ചിലാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. പക്ഷേ മാർക്കറ്റ് ഈ ക്രാഷിനനുസരിച്ച് നമ്മൾ താഴോട്ട് പോയെങ്കിൽ ഇത് നേരെ തിരിച്ച് മുകളിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു വലിയ സെല്ലിംഗ് പ്രശ്നം ഇവിടെ എല്ലാം കണ്ടോ, എല്ലാം ബിഗ് ക്യാൻഡിൽസ്, ഗ്രീൻ ബിഗ് ക്യാൻഡിൽസ് ആണ് ഇവിടെ എല്ലാം കാണുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നല്ല റിസൾട്ടുമായിരുന്നു. അപ്പോൾ ഈ വീഴ്ചയിൽ ഇതും ബാങ്കുകളെല്ലാം താഴെ പോയപ്പോൾ ഇത് താഴെ വന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടുന്ന് നേരെ തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഇതിവിടെ 211 വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഉള്ളവർ ഹോൾഡ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇത് ഒന്നും സംഭവിക്കാനുള്ള കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പിന്നെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അടുത്തത് ഞാൻ പറഞ്ഞത് ഏതായിരുന്നു? അടുത്തത് പറഞ്ഞത് ബാറ്റ ഇന്ത്യ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സ്റ്റോക്കാണ്. അത് പിന്നെ ബാറ്റ ഇന്ത്യ ഈ പറഞ്ഞ പോലെ തന്നെ ആ സപ്പോർട്ട് ലെവൽ എത്തിയിട്ടില്ല. സപ്പോർട്ട് ലെവൽ എത്തിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. 1269 സപ്പോർട്ട് ഈ റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കുക. ഇവിടുന്ന് തിരിച്ചു കയറാനുള്ള ഒരു സാധ്യത കണ്ടു. കാരണം ഇവിടെ എല്ലാം കണ്ടോ, ഗ്രീൻ വോളിയം ബൈ സൈഡാണ്, വോളിയം വളരെ കൂടുതൽ. അപ്പോൾ നമുക്ക് ഇതും ഇപ്പോൾ എത്ര നിലവിൽ 1301 അപ്പോൾ നമ്മൾ പറഞ്ഞത് 1372 പറഞ്ഞത്. ടെൻഷൻ വേണ്ട കാര്യമില്ല. 1261 വരെ, അതിന് താഴെ ഒരു വീക്കിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ പേടിച്ചാൽ മതി. ഓക്കെ, അതിന് ടെൻഷൻ ആകേണ്ട കാര്യമില്ല എടുത്തവർ. അടുത്തത് BEL ആണ്. BEL നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞത് 270 റേഞ്ചിലാണ് നമ്മൾ പറഞ്ഞത്. BEL 270 റേഞ്ചിലാണ് നമ്മൾ ഈ റേഞ്ചിലാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, കാണിച്ചു തരാം. ഈ റേഞ്ചിലാണ് നമ്മൾ എടുക്കാൻ പറഞ്ഞത്. പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് ഇവിടെ ഈ റേഞ്ചിലാണ് എടുക്കാൻ പറഞ്ഞത്. ഈ സപ്പോർട്ട് എന്നപ്പോഴാണ് നമ്മൾ എടുക്കാൻ പറഞ്ഞത്. ഇവിടുന്ന് മാർക്കറ്റ് ഏകദേശം നേരെ 308 വരെ പോയി, 309 റേഞ്ച് വരെ പോയി. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഈ പറഞ്ഞ ഈ കറക്ഷനിൽ മാർക്കറ്റ് വീണ്ടും തിരിച്ച് താഴോട്ട് വന്നു. ഇനി ഇവിടുന്ന് തിരിച്ച് വീണ്ടും കയറാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട, അതും നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ കറക്ഷൻ മാർക്കറ്റിൽ ആവശ്യമുള്ള കാര്യമാണ്. അപ്പം അതിന് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അടുത്ത് ബിർള സോഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ബി സോഫ്റ്റ് ഇവിടെ ഈ സ്റ്റോക്കാണ് അടുത്ത. ബി സോഫ്റ്റ് ബിർള സോഫ്റ്റ്വെയർ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം സപ്പോർട്ട് ലെവലിലാണ്. മനസ്സിലായി. ഇത് പൊട്ടിച്ച് താഴോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇതെല്ലാം ഒരു ബോട്ടം സൈഡാണ്. ആ താഴോട്ട് വന്നെങ്കിൽ ഇതിന് താഴെ പോകാതെ സസ്റ്റെയിൻ ചെയ്ത് വീണ്ടും തിരിച്ച് കയറാനുള്ള ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പം ഇപ്പം നിലവിൽ 561 ഞാൻ പറഞ്ഞത്. 574 പറഞ്ഞത് അല്ലേ. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് തിരിച്ച് മേലോട്ട് കയറാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇതെല്ലാം നമ്മൾ ഇപ്പോഴത്തെ ഈ കറക്ഷൻ്റെ ഒരു പിന്നെ ഭാഗത്തിൽ കറക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഈ സാധനം എല്ലാം ഇതിങ്ങനെ കൺസോൾട്ടേഷനോ അല്ല ചെറിയൊരു നെഗറ്റീവോ കാണിക്കുന്നത്. ഇതെല്ലാം മാർക്കറ്റിൽ ബുള്ളിഷ് മൊമെൻ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാം തിരിച്ച് കയറും. നിങ്ങൾ സ്വിംഗ് ട്രേഡ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളൊരു 3 മാസമെങ്കിലും മിനിമം ട്രേഡ് ചെയ്യണം. 3 മാസം ഒരു 6 മാസം വരെയൊക്കെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡ് സാധാരണ ഗതിയിൽ ഹോൾഡ് ചെയ്യാറുള്ളത്. 1 വർഷം വരെ ഹോൾഡ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ 2 ദിവസം കൊണ്ട് പ്രോഫിറ്റ് കിട്ടി ഇറങ്ങുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം സ്വിംഗ് ട്രേഡ്സ് ചെയ്യാൻ. അല്ലാതെ ഇന്ന് ഇട്ട് നാളെ തന്നെ എനിക്ക് ഡബിൾ കിട്ടണം അല്ലെങ്കിൽ 30%, 20%, 10% കിട്ടണം പറഞ്ഞ് നടക്കുന്ന കാര്യം അല്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത നമുക്ക് ഈ ആഴ്ചത്തെ ഒരു പിക്കിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഞാൻ ആദ്യമേ പറയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഈ പറയുന്നതെല്ലാം എഡ്യൂക്കേഷൻ പർപ്പസാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മാർക്കറ്റിൻ്റെ നഷ്ടസാധ്യതയെക്കുറിച്ച് ബോധ്യമായിട്ട് മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ. നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമായിട്ട് ആലോചിച്ചിട്ട് മാത്രം സ്വന്തം റിസ്കിൽ മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഞാനീ പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിൽ നിങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ലെവലുകൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരു ബൈ റെക്കമെൻഡേഷനോ സെൽ റെക്കമെൻഡേഷനോ അല്ല. ഓക്കെ, അപ്പം നമുക്ക് എൻ്റെ ഫസ്റ്റ് ഒരു പിക്കാണ് സെഞ്ച്വറി പ്ലേ. ഈ സ്റ്റോക്കിൽ ഞാൻ
നെറ്റ് ഇച്ചിരി സ്ലോ ആയെന്ന് തോന്നുന്നു. ഓക്കെ, ഈ സ്റ്റോക്കിൽ ഞാൻ പല പ്രാവശ്യം എൻട്രി എടുത്ത് എക്സിറ്റ് ആയിട്ടുള്ളത്. ഓൾറെഡി ഞാനിത് എൻട്രി എടുത്ത് ഇതിലാണ്ട് 900 രൂപയ്ക്ക് കണ്ട് ഞാൻ എക്സിറ്റ് ആയതാണ് ഇത് എടുത്തിട്ട്. പിന്നെ അത് ഞാൻ വിട്ടു. അപ്പോൾ വീണ്ടും എനിക്കിപ്പോൾ ഒരു എൻട്രിക്കുള്ള സമയമായി. ഇപ്പോൾ ഇതൊരു കറക്റ്റ് സപ്പോർട്ട് ലെവലിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് കറക്ഷനിൽ 629 രൂപ വരെ പോയി. അതായത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിസൾട്ട് മോശം ആയതുകൊണ്ടാണ്. മോശമായതുകൊണ്ടാണത് താഴെ പോകാനുള്ള കാര്യം. റിസൾട്ട് അത്ര വലിയ മോശമല്ലാന്ന് തോന്നുന്നു. ഞാൻ ആ റിസൾട്ട് നോക്കിയില്ല. അത് കുറേ ദിവസത്തിന് മുന്നേ റിസൾട്ട് വന്നു. ആ റിസൾട്ട് സർപ്രൈസ് 0.67. ഓക്കെ, റവന്യൂ കൂടിയിട്ടുണ്ട്. 950 0.950 മില്യൺ റവന്യൂ കൂടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ പ്രോഫിറ്റിനകത്തിൽ എസ്റ്റിമേഷനേക്കാൾ ഒരു ചെറിയ കുറവ്, 0.7 ഒരു എസ്റ്റിമേഷൻ കുറവുള്ളൂ. അതൊരു വലിയ സംഭവമായിട്ട് നമുക്ക് കാണേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് ഇതൊരു നല്ല സ്റ്റോക്കാണ്. വീണെങ്കിലും അതുപോലെ തന്നെ ആ ദിവസം തന്നെ തിരിച്ച് കയറി ഇല്ലേ. ആ റിസൾട്ടിൻ്റെ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസമോ റിസൾട്ട് വന്നപ്പോൾ ചെറിയൊരു ബെയറിഷ് മൊമെൻറ്റം കാണിച്ചെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ എന്താ സംഭവം? ഇവിടെ ബയോസ് ആക്റ്റീവ് ആയതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇവിടെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നു ഇല്ലേ. തിരിച്ച് താഴോട്ട് വന്നതിന് ശേഷം എന്താണ്, ഇവിടെ ബയോസ് ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഇത്രയും വന്നിട്ട് മാർക്കറ്റ് ഇത് തിരിച്ച് മേലോട്ട് കയറിയത്. അതുകൊണ്ട് ഈ ഇവിടുന്ന് മേലോട്ട് കയറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നിലവിലത്തെ റേറ്റ് 690 രൂപയാണ്. 600. ഇത് സെഞ്ച്വറി പ്ലൈവുഡ്സ് കണ്ടല്ലോ, പേര് ഇനി മറക്കണ്ട, സെഞ്ച്വറി പ്ലൈവുഡ്സ്. ഓക്കെ, 690 രൂപയാണ് ഇപ്പോഴത്തെ 690 രൂപ. ഓക്കെ, ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 690 രൂപയാണ്. നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി നോക്കാം. ഇതിൻ്റെ 600 രൂപ വരെയൊക്കെ നിങ്ങൾ ഇത് ഹോൾഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ 600 രൂപ വരെയൊക്കെ ഹോൾഡ് ചെയ്യേണ്ടി വരും. പക്ഷേ എന്തായാലും ഇത് ഒരു പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കാണ്. നമ്മുടെ ഈ എന്താ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിൽ ഒക്കെ ബൂം വരുമ്പം ഇവരും അതുപോലെ തന്നെ തിരിച്ച് കയറാനുള്ള സാധ്യത ഉണ്ട്. കൂടുതൽ പറഞ്ഞ് ഞാൻ പിന്നെ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് 850 രൂപയാണ്. 850 രൂപയ്ക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇത് ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, സെക്കൻഡ് ടാർഗറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ വരും. ഓക്കെ, ഏകദേശം 920 ആ റേഞ്ച് വരെ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മനോധർമ്മ പ്രകാരം നിങ്ങൾ അതിൽ എൻട്രി എടുക്കാൻ നിങ്ങൾ നോക്കുക. അടുത്തത് ഒരു സ്റ്റോക്കാണ് BDL. BDL എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് കമ്പനിയാണ്. അപ്പം ലോഡായിക്കോട്ടെ. BDL എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് കമ്പനിയാണ്. ഓക്കെ, ഇതും നല്ലൊരു എൻട്രി നമുക്ക് വേണമെങ്കിൽ ഇവിടെ കിട്ടും. ഇവിടെ നോക്കിക്കേ, ഇതൊരു സപ്പോർട്ടാണ്. ഇതൊരു സപ്പോർട്ട് ലൈനാണ്. ഓക്കെ, ഇവിടുന്ന് തിരിച്ച് കയറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം നല്ല കറക്ഷനായിരുന്നു. 1750 ആണ് ഏകദേശം ഒരു 50% കറക്ഷനാണ്. ഓക്കെ, BDL കമ്പനിയൊന്നും ഒരിക്കലും മോശമാകത്തില്ല. ഇത് നമ്മുടെ പിന്നെ ആർമിക്ക് വേണ്ടി മിസൈലുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് BDL. ഇതൊക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് കമ്പനിയാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് എൻട്രി ചെയ്യാം. 790 താഴെ പോവുകയാണെങ്കിൽ മാത്രം നമ്മൾ പേടിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എൻട്രി നോക്കാം. ഇപ്പോഴത്തെ പ്രൈസ് 945 രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ്. ഓക്കെ, 945 രൂപ. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്, 1240 രൂപയാണ് ഫസ്റ്റ് ടാർഗറ്റ്. പിന്നെ നമുക്ക് മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ടാർഗറ്റ്. ഇത് ഇത്രയാണ്, ഒരു 1400. അതൊക്കെ ലോങ് ടൈമിലേക്കാണ്. ഓക്കെ, പിന്നെ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 1700. നല്ല പൊട്ടൻഷ്യൽ ഉള്ളത്. ഇത് ഇവിടെ കണ്ടോ നിങ്ങൾ? ഇവിടെ നോക്കിക്കേ, ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് കയറ്റം നോക്കി. അതെവിടെ പോയാൽ നിന്നത്?
ഈ 910 തുടങ്ങിയിട്ട് പിന്നെ അത് പോയി നിന്നത് 1600 റേഞ്ചിലാണ് പോയി നിന്നത്. ഒരു നോൺ സ്റ്റോപ്പ് റാലിയായിരുന്നു. അതുപോലൊരു നോൺ സ്റ്റോപ്പ് റാലി ഇവിടെ കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് ഇതും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് വെക്കുക. ഏതാണ്? BDL. ഓക്കെ, ഭാരത് ഡൈനാമിക് ലിമിറ്റഡ്. ഓക്കെ, BDL. ഓക്കെ, അടുത്തൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ എത്ര എണ്ണം പറഞ്ഞു നമ്മൾ? 3 എണ്ണം പറഞ്ഞില്ല, 2 എണ്ണം പറഞ്ഞില്ല. സെഞ്ചുറി പ്ലേ പറഞ്ഞു, BDL പറഞ്ഞു. ഇനി അടുത്തത് ബ്രിഗേഡ് എൻ്റർപ്രൈസസ്. അടുത്തതാണ് ബ്രിഗേഡ് എൻ്റർപ്രൈസസ്. ബ്രിഗേഡ്. ഓക്കെ, ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല സപ്പോർട്ടിൽ നിന്ന് നേരെ തിരിച്ചു കയറുക. ഓക്കെ, ഇത് നോക്കിക്കേ, എന്ത് ക്ലിയർ ആണ്, എന്ത് നല്ല ക്ലിയർ ചാർട്ടാണ്. നോക്കി, എന്ത് നല്ല ക്ലിയർ ചാർട്ടാണ്. ബ്രിഗേഡ് എൻ്റർപ്രൈസസ്, ഇതാണ് എൻ്റെ ടാർഗറ്റ്. ഇത് ഇപ്പോൾ ദാ ഇവിടെ വന്ന് പല പ്രാവശ്യം ഇതുപോലെ തന്നെ സെയിം ആണ്. ഇവിടെ വന്നു, നേരെ വീണ്ടും സപ്പോർട്ട് എടുത്ത് ഇവിടെ തിരിച്ച് കയറുകയാണ്. അപ്പം വേണ്ട ഒരു റീടെസ്റ്റിന് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് ഒരു 25%, 30% ഇവിടെ ആഡ് ചെയ്യുക. റീടെസ്റ്റിനൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വീണ്ടും ആഡ് ചെയ്യുക. ബാക്കി ആവറേജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മേലോട്ട് സാധനം പോകും. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെയാണ്. ഇതിന് താഴെയാണ് സ്റ്റോപ്പ് ലോസ്. ഇതിന് താഴെയാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ്. പക്ഷേ അവിടെ നിന്നും പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് ഒരു 1000 രൂപയ്ക്ക് താഴെ പോവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പേടിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പാർട്ടായിട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു 1000, 1200, 1400 റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് ഒരു നേട്ടം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം അത് മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞതാണ്. ഇമ്മീഡിയറ്റ് ടാർഗറ്റ് വേണമെങ്കിൽ വരച്ചിട്ടേക്കാം. ഇത് എത്രയാണ്? 1286. പെട്ടെന്ന് തന്നെ കിട്ടും. 1286. അതിനുശേഷം 1500, 1449, 1500 റേഞ്ച്. അതാണ് ബ്രിഗേഡ് എൻ്റർപ്രൈസസ്. ഓക്കെ, അടുത്തൊരു ചവർണം നമുക്ക് പിന്നെ വേറെ ഉള്ളത് അടുത്തത് ചെന്നൈ പെട്രോ. അവിടെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഥയാണ്. ചെന്നൈ പെട്രോ നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ളൊരു സംഭവമാണ്. ഈ സാധനം 1200 രൂപ വരെ പോയൊരു സാധനം. 1200 ബുക്ക് ചെയ്ത ആളാണ്. 1275 രൂപ വരെ പോയ ഒരു സ്റ്റോക്കാണ് ചെന്നൈ പെട്രോ. ഇപ്പം ഈ പെട്രോളിൻ്റെയൊക്കെ വില കുറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ പ്രൈസും നേരെ താഴോട്ട് വന്നൊരു ബെയറിഷ് മോഡിലാണിത്. പക്ഷെങ്കിൽ ഏത് നിമിഷവും ഇത് ഉയർത്തെഴുന്നേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതൊരു വൺ സൈഡ് റാലിയായിരുന്നു. ഇവിടം വരെ ഒരു വൺ സൈഡ് റാലിയായിരുന്നു. ആ റാലിക്ക് ശേഷം ഒരു കറക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ സപ്പോർട്ട്. പക്ഷേ ഇവിടെ വരെ വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ സപ്പോർട്ട്. ഓക്കെ, ഈ സപ്പോർട്ടത്തെ എത്ര? 470. അവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആൾക്കാർ ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ നോക്കും. ഇവിടെ നോക്കിക്കേ, ഇവിടെ നല്ല റിസൾട്ട് നല്ലതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം റിസൾട്ട് നല്ലതായിരുന്നു. ഡിവിഡൻഡ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ റിസൾട്ട് ഓക്കെയാണ് റിസൾട്ട്. പക്ഷേങ്കിൽ ഇവിടെ നല്ല ബൈയിങ് വോളിയം ഉണ്ട്. ഇവിടെ എല്ലാം നല്ല ബൈയിങ് വോളിയം ഉണ്ട്. സെല്ലിങ് വോളിയം കുറവാണ്. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. 583 രൂപയാണ് നിലവിലത്തെ പ്രൈസ്. ചെന്നൈ പെട്രോളിയം. ഓക്കെ, മറന്നുപോകില്ല, ചെന്നൈ പെട്രോളിയം 583 രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ഈ ഗ്യാപ്പ് ഇവിടം വരെ. ഓക്കെ, ഇവിടം വരെ ഇതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ടാർഗറ്റ്. 850 രൂപ. ഓക്കെ, 850 രൂപ. പിന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1030 രൂപ വരെ വരാനുള്ള സാധ്യതയുണ്ട്. 1030. ഓക്കെ, 1030 റേഞ്ചിലാണ് അടുത്തൊരു ടാർഗറ്റ്. പിന്നീട് ടാർഗറ്റ് 1278. അപ്പോൾ ഇതും നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് കറണ്ട് പ്രൈസിൽ ആഡ് ചെയ്യാം. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അടുത്ത് ആവറേജ്. ഒരിക്കലും ഒരു സ്റ്റോക്കിൽ ഒറ്റയടിക്കൊണ്ട് ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഘട്ടമായിട്ട് മാത്രമേ, കാരണം നമുക്ക് അറിയത്തില്ല അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഘട്ടമായിട്ട് നിങ്ങൾ ആഡ് ചെയ്യാവൂ. ഓക്കെ, അടുത്ത ലാസ്റ്റ് സ്റ്റോക്കാണ്. ഇല്ല, 4 സ്റ്റോക്കേ ഉള്ളൂ. ഈ 4 ഓക്കെ, 5ാമതൊരു സ്റ്റോക്കുണ്ട്. ഓക്കെ, 5ാമതൊരു സ്റ്റോക്ക് ഞാൻ
ചെന്നൈ പെട്രോ, അതിനുശേഷം അടുത്തത് ദേവയാനി. ഞാനിത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ദേവയാനി എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ദേവയാനിയുടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവയാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും നേപ്പാളിലും ഒക്കെ KFCയുടെ ഡീലറാണ്. ഇവരാണ് KFC നടത്തുന്നത്, ദേവയാനി. ഓക്കെ, ഇപ്പോഴത്തെ അതിൻ്റെ കറണ്ട് പ്രൈസ് 167 രൂപയാണ്. 167. നേരത്തെ എന്തിനോ എഴുതിയിട്ടോ എന്തോ അറിയത്തില്ല. ഓക്കെ, 167 കറണ്ട് പ്രൈസ് 167 രൂപയാണ്. ഇവിടെ നിങ്ങൾക്ക് എൻട്രി എടുക്കുക. അത് 220, 223 വരെ പോയതാണ് സ്റ്റോക്ക്. പിന്നെ ഇപ്പോഴത്തെ കറക്ഷനിലാണ് ഈ സാധനം താഴെ വീണത്. അതിൻ്റെ റിസൾട്ട് മോശമായിരുന്നു. പക്ഷേ ഇത് വളരെ പൊട്ടൻഷ്യലുള്ള ഒരു സ്റ്റോക്കാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോക്കി റിസൾട്ട് മോശമായിട്ട് ഈ സാധനം നേരെ ബൈയിങ് വന്ന് ഇതിനകത്ത് കയറി നല്ലപോലെ കയറിപ്പോയതാണ്. ഇപ്പോൾ ഇവർ കൂടുതൽ ഔട്ട്ലെറ്റുകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പം അതിനുള്ളൊരു ബിസിനസ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ദേവയാനി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. 167 കറണ്ട് പ്രൈസ്. താഴോട്ട് വരുവാണെങ്കിൽ 160 രൂപയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെയും പൊട്ടുവാണെങ്കിൽ 147 താഴെ പോവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനകത്ത് നിന്ന് എക്സിറ്റ് ആയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യായമായ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത നിങ്ങൾക്ക് ഇതിനകത്തിലുണ്ട്. അപ്പോൾ നിങ്ങളത് ആഡ് ചെയ്യുക. ദേവയാനി 167, ഫസ്റ്റ് ടാർഗറ്റ് 172. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് 180 രൂപ. വർക്ക് ചെയ്യുന്നില്ലേ? 181 രൂപയാണ് അടുത്ത ഫസ്റ്റ് ടാർഗറ്റ്. പിന്നെ നിങ്ങൾക്കൊരു 190 ആയിട്ട് കണക്ക് 190 കൂടെ നമുക്ക് നോക്കാം, ഘട്ടം ഘട്ടമായിട്ട് 190. ഓക്കെ, പിന്നെ 204, പിന്നെ അങ്ങനെ മേലോട്ട് പോകുന്നു. അപ്പോൾ ഇത് ഈ ലെവലുകളൊക്കെ നിങ്ങളുടെ ചാർട്ടിനകത്ത് നിങ്ങൾ മാർക്ക് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ എൻട്രി 167 താഴെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് എടുക്കുക, ഇല്ലെങ്കിൽ ഈ കറണ്ട് ലെവലിൽ എടുക്കുക. താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 147 വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ 5 സ്റ്റോക്കായി. അപ്പോൾ ഈ 5 സ്റ്റോക്ക് നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിനകത്തിൽ വരച്ചിടുക, നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾ പിന്നെ ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിലൊരു വാട്സപ്പിൻ്റെ നമ്പറുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ച് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ചാർട്ടിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് ഞാൻ എനിക്ക് സമയം പോലെ നിങ്ങൾക്ക് അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു പ്രോഫിറ്റബിൾ മന്ത് നെക്സ്റ്റ് ഡിസംബർ ആശംസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉണ്ടെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക. ഇത് നിങ്ങളെപ്പോലുള്ള മെമ്പേഴ്സിന് മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ, എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല. അത് ജോയിൻ ബട്ടൺ ചെയ്ത് ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്തവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.